ചൊവ്വാഴ്ച രാവിലെയാണ് വാടാനംകുറിശി പോയിലൂർ AS ഭവനത്തിൽ ജയന്തിയുടെ വീട്ടുമുറ്റത്തെ തെങ്ങിൻ ചുവട്ടിൽ വയോധികന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. രാവിലെ ജയന്തി തന്നെയാണ് ആദ്യം മൃതദേഹം കണ്ടത്. പിന്നീട് അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹത്തിന് സമീപത്തു നിന്നും കുറച്ചു പണവും തീ കൊളുത്താൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ലൈറ്ററും രക്തം കട്ടപിടിക്കാതിരിക്കാൻ കഴിക്കുന്ന ഗുളികയും തൂവാലയും കത്തിക്കരിഞ്ഞ നിലയിൽ ചെരുപ്പും കണ്ടെത്തിയിരുന്നു. തുടർന്ന് വിശദമായി നടന്ന അന്വേഷണത്തിലാണ് മരിച്ചത് ജയന്തിയുടെ ബന്ധു ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര സ്വദേശി ചന്ദ്രശേഖരനാണെന്ന് മനസ്സിലായത്. ജയന്തിയുടെയും മരിച്ച ചന്ദ്രശേഖരന്റെയും കുടുംബ സ്വത്തായ ഓങ്ങല്ലൂരിലുള്ള സ്ഥലം ഭാഗം വെച്ച് വീതിച്ചെടുക്കാൻ കുടുംബത്തിലുള്ള ബാക്കി അവകാശികൾ തീരുമാനിച്ചെങ്കിലും ജയന്തി ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നു എന്നാണ് വിവരം. ഒപ്പിടാൻ ആവശ്യപ്പെട്ട് ചന്ദ്രശേഖരൻ പിന്നീട് പലതവണ ജയന്തിയോട് ഭീഷണി മുഴക്കിയിരുന്നു. മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് വരെ തന്നെ വിളിച്ച് ഒപ്പിടണമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ജയന്തി പോലീസിന് മൊഴി നൽകി. അയൽ സംസ്ഥാനങ്ങളിൽ കുഴൽക്കിണർ കുഴിക്കുന്ന ജോലി ചെയ്യുന്ന ചന്ദ്രശേഖരൻ പാലക്കാട് എത്തുമ്പോൾ പട്ടാമ്പിയിലെ ലോഡ്ജുകളിലാണ് താമസിക്കുക. മരിക്കുന്നതിന് തലേ ദിവസം കാരക്കാടുള്ള സുഹൃത്തിനെ വിളിച്ച് താൻ മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിരുന്നതായും പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രിയോടെ പൊയിലൂരിലെത്തി ചന്ദ്രശേഖരൻ ജയന്തിയുടെ വീടിന്റെ വാതിലിൽ തട്ടിയെന്നും ഇയാളാണെന്ന് മനസ്സിലായപ്പോൾ ജയന്തി വാതിൽ തുറന്നില്ലെന്നും പോലീസ് പറഞ്ഞു. പിന്നീട് ചന്ദ്രശേഖരൻ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. തീ കത്തുമ്പോൾ ശരീരത്തിന് ജീവൻ ഉണ്ടായിരുന്നുവെന്നും കരിയും പുകയും ആന്തരികാവയവങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ശരീരത്തിൽ ഒഴിച്ചത് ഏത് ഇന്ധനമാണെന്നും അത് എവിടെ നിന്നും കിട്ടിയതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഷൊർണൂർ ഡിവൈഎസ്പി സജു കെ എബ്രഹാം, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ വിജയകുമാർ, ഇൻസ്പെക്ടർ പി വിഷ്ണു, SI KP അശ്വിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. അല്ല ബാബു, ഇനിയിപ്പോ പെരേൽക്ക് വേണ്ട ഇലക്ട്രിക് സാധനങ്ങള്, പ്ലംബിംഗ് സാധനങ്ങള്, സാനിറ്റൈസർ, ഹോം അപ്ലയൻസ് ഇതൊക്കെ ഓരോ പീടിയ പോയി മേടിക്കണ്ടേ? എന്തിനത്? ഇതൊക്കെ പട്ടാമ്പിലുള്ള ഒരൊറ്റ ഷോപ്പ് കിട്ടും. ആ ഷോപ്പിന്റെ പേരാണ് മെൽക്കോ.